വിമൽ ഫാദറിന്റെ പേരാണ് വിമൽ എന്നാണ്. അമ്മയുടെ പേരാണ് വിമല കുമാരിയുടെ വിമല ദേവി. അച്ഛനാണ് അമ്മയുടെ പേരും ചേച്ചിയുടെ പേരിന്റെ എന്റെ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ഇട്ടത്. അത്രയും മേക്കപ്പ് ആവശ്യം ഉണ്ടാവില്ല ഇതിന്. ഈ സിനിമയിൽ 2-3 സീനുകളുണ്ട് മേക്കപ്പ് ആവശ്യമുള്ളത്. അതിന്റെ സമയത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാറുണ്ട്. പ്രൊമോഷൻസിനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. അത് ഭയങ്കര മാൻഡേറ്ററി ആണെന്നുള്ളത് ഞാൻ അധിക ദിവസങ്ങളിലും എനിക്ക് എപ്പോഴും ഈ മൊത്തത്തിൽ എനിക്കൊരു ക്ഷീണമുണ്ട്. മടിയുടെ ഒരു ക്ഷീണം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചെന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നിക്കോട്ടെ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ജനറലി മേക്കപ്പ് ഇടാറില്ല. ജോ ആൻഡ് ജോയിലും മേക്കപ്പ് ഇട്ടിട്ടില്ലല്ലോ? ഇല്ല, സിനിമയില് ഇപ്പൊ കൊത്തിലും മേക്കപ്പ് ഇട്ടിട്ടില്ല. മേക്കപ്പ് ഇടാതെ തന്നെ ജോ ആൻഡ് ജോയിലും കൊത്തിലൊക്കെ ഭയങ്കര ഭംഗിയുണ്ടല്ലോ. അതെനിക്കറിയില്ല. എനിക്ക് മേക്കപ്പ് ഇടാണ്ട് അഭിനയിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല. ക്യാരക്ടറിന് അത്രയും മേക്കപ്പ് ആവശ്യം ഉണ്ടാവില്ല ഇതിന്. ഈ സിനിമയിൽ 2-3 സീനുകളുണ്ട് മേക്കപ്പ് ആവശ്യമുള്ളത്. അതിന്റെ സമയത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സിനിമയില്. കാരണം എനിക്ക് അതിന് വേണ്ടിട്ട് നമ്മൾ ഇരിക്കില്ലേ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ. ഇപ്പം നമ്മളൊരു രാവിലെ 6:30 വരണം മേക്കപ്പ് ഇടണമെങ്കിൽ. 6:30 വന്ന് മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്ത് വരണമെങ്കിൽ, അപ്പം ഇത് മേക്കപ്പ് ഹെയർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 വന്നാൽ മതി. ആ ഒരു ഇതിന് വേണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു. പൊതുവെ നമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് നിഖില വിമൽ ഫാദറിന്റെ പേരാണ് വിമൽ എന്നാണ്. അമ്മയുടെ പേരാണ് വിമല കുമാരിയുടെ വിമല ദേവി. വിമല ദേവി. വിമല ദേവി. ആ വിമല ദേവിയുടെ വിമല നമ്മൾ എടുത്താക്കുന്ന ബാക്കിലേക്ക്. അച്ഛനാണ് അമ്മയുടെ പേരും ചേച്ചിയുടെ പേരിന്റെ എന്റെ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ഇട്ടത്. സ്കൂൾ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു? പണ്ട് ജനിച്ചപ്പോ തൊട്ടേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അഖില വിമൽ എന്നാണ് അവളുടെ പേര്. ഓക്കെ, ഇനി നമ്മൾ റൗണ്ടിലേക്ക് പോവാണ്. റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഈ 2022 ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അടുത്തിടെ കണ്ട മൂവീസിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസും ചോദിച്ചാൽ ആരുടെ പേര് ആദ്യം പറയാ? ഏത് പെർഫോമൻസും ഏത് സിനിമയാ ആദ്യം മനസ്സിലേക്ക് വരിക? ഈ ജോ ആൻഡ് ജോന് ശേഷം റിലീസായിട്ടുള്ള കുറെ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല, തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അതായത് കൊത്തില് ആശിക്കയുടെ പെർഫോമൻസ് എന്തായാലും ആൾക്കാർ നോട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോ ആൻഡ് ജോയില് മാത്യുവിന്റെയും നസ്ലന്റെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര വർക്കായ. കേസോട് എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമയാണ്. അതിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, അത് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര രസമായിട്ട് അവരുടെ. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്കാണ് പോകുന്നത്. ആക്ടേഴ്സ് ഓട്ടോഗ്രാഫ് എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. എക്സ്പീരിയൻസ് പറയേണ്ട ആക്ടേഴ്സിന്റെ കൂടെയുള്ള, പക്ഷെ ആ ആക്ടേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും ദ ബെസ്റ്റ് മെമ്മറിയാണ് പറയേണ്ടത്. ആക്ടറിനെ പറ്റി ആലോചിക്കുന്ന സമയത്തുണ്ടാകുന്ന നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ദ ബെസ്റ്റ് മെമ്മറി. ഓക്കെ, ആദ്യത്തെ ആള് ശശികുമാർ സാർ. ശശികുമാർ സാറിനോട് ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലവ് 24/7 കഴിഞ്ഞിട്ടാണ് വെട്രിവേലും കിടാരിയും ചെയ്യാൻ വേണ്ടിട്ട് പോണേ. അപ്പോ എനിക്ക് ആ സമയത്ത് സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹത്തിൽ സിനിമയിൽ വന്ന ആളൊന്നും അല്ല ഞാൻ. എനിക്ക് ഭയങ്കര പ്രശ്നം വെച്ചാൽ ഞാൻ ഡിഗ്രി